എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനസ്സിനെ വളരെയധികം ശക്തിപ്പെടുത്താനുള്ള ഒരു അടിപൊളി വഴിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് താഴെ ഇടുക. ഞാനതിന് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. എപ്പോഴും ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മനസ്സ് കുറച്ചുകൂടി ഒന്ന് ശക്തിപ്പെടുത്തണം, ഒന്ന് റിലാക്സ് ആവണം എന്നുള്ളത്. ടെൻഷൻ അടിച്ച് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കുക, അങ്ങനെ ആരും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യം നോക്കുന്ന സമയത്ത് പലപ്പോഴും ആളുകൾ പല രീതിയിലുള്ള ടെൻഷനോടെ കടന്നു പോവുകയാണ്. ചിലപ്പോൾ പേഴ്സണലായിരിക്കാം, ചിലപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ടായിരിക്കാം, ചില ആളുകളിൽ സാമ്പത്തികമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ അല്പ സമയത്ത് മനസ്സിനെ ഒന്ന് ശക്തിപ്പെടുത്താനായിട്ട് ഉപയോഗിക്കാനായിട്ട് ഉള്ള ഒരു മാർഗമുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എന്ന് വിശദമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാം. രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് ഒരാളെ പ്രധാനമായിട്ട് ബാധിക്കുന്നത്. അതായത് ഒന്ന് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ, അതേപോലെ ഹോർമോണുകൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബാലൻസിൽ വ്യത്യാസം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു ചേഞ്ച് മാനസികാവസ്ഥയിൽ വരും. ഇതിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ നല്ല ബെനിഫിറ്റ് തരുന്നതാണ് ഡോപ്പമിൻ, സെറാട്ടോണിനൊക്കെ. ഇതിൻ്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ടുണ്ട്, ബാലൻസ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു സന്തോഷം, ഒരു റിലാക്സേഷനൊക്കെ വരും. ഇത് കുറഞ്ഞു പോകുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും ഒരു മെൻ്റൽ എനർജി കുറയുക. അതേപോലെ അത് നല്ല രീതിയിൽ വ്യത്യാസം വരികയാണെങ്കിൽ പല ആളുകളും ഒരു ഡിപ്രഷൻ ലെവലിലേക്കൊക്കെ പോകാറുണ്ട്. എന്നാൽ ഇതിനെ തന്നെ നമുക്ക് നാച്ചുറലി കൊണ്ടുവരാനും അതോടൊപ്പം മനസ്സിൻ്റെ ഒരു പവർ മാത്രമല്ല, പല കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷനായിട്ടുള്ള ഒരു മെത്തേഡാണ് ഫിസിക്കൽ എക്സസൈസ് അഥവാ വ്യായാമം ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് കാലത്ത് ഒരു ദിവസം ഒരു 30 മിനിറ്റൊക്കെ മാറ്റിവെക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതായത് ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ശരീരത്തിന് മാത്രമല്ല അതിന് ബെനിഫിറ്റ് കിട്ടുന്നത്, പ്രധാനമായിട്ടും മനസ്സിനും അതിൻ്റെ മാറ്റം ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. കാരണം കാലത്ത് കോർട്ടിസോളിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അതാണ് എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു ഉഷാറില്ലാതെ നിൽക്കുന്നത്. എന്നാൽ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ കോർട്ടിസോളിൻ്റെ പ്രൊഡക്ഷൻ കുറയാനായിട്ട് സാധിക്കും. സ്വാഭാവികമായിട്ട് ടെൻഷൻസ് കുറയുകയാണ് ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് വ്യായാമം കാലത്ത് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ടെൻഷൻ കുറയും, മാനസികമായിട്ട് പ്രത്യേക പവർ വരും. അതുകൂടാതെ എനർജി ലെവലിൽ വലിയ വ്യത്യാസം വരും. പോരാത്തതിന് നേരത്തെ പറഞ്ഞിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമിൻ, സെറാട്ടോണിൻ, അതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കൂടുതലും ഒരു ബാലൻസിങ് ഒക്കെ കറക്റ്റാവും. സ്വാഭാവികമായിട്ട് സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും. അവർക്ക് അവരെ തന്നെ ഒരു മോട്ടിവേഷൻ കിട്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വ്യായാമം ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമല്ല, ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കാര്യമാണ്. സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുന്ന ആളുകളിൽ പ്രോബ്ലം സോൾവിങ് സ്കില്ല് കൂടുന്നു എന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. അതായത് അവരെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള, അതിനെ സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി മാനസികമായിട്ട് അവർക്ക് കിട്ടും. അതുകൊണ്ട് വ്യായാമം എന്ന് പറഞ്ഞ ഒരു സിമ്പിളായിട്ടുള്ള കാര്യമല്ല. ഒരു ദിവസം 30 മിനിറ്റെങ്കിലും ചെയ്യണം എന്നാണ് പറയുക. ഇനി ഒട്ടും പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ 15 മിനിറ്റെങ്കിലും ഒരു ദിവസം ചിലവഴിച്ച് കഴിഞ്ഞാൽ വലിയ മാറ്റം ഉണ്ടാവും. അത് ഇഷ്ടമുള്ള വ്യായാമം ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം, ഓടാം, നടക്കാം, സിമ്പിളായിട്ട് റൂമിൽ നിന്ന് ജോഗിങ് പോലെ ചെയ്യാം, യോഗ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ എന്ത് സംഭവം വേണമെങ്കിലും ചെയ്യാം. കുറച്ചൊന്ന് ശരീരം വിയർക്കുന്ന ലെവലിലേക്ക് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു മാറ്റം ഉണ്ടാവും. ഈ ഒറ്റ കാര്യം സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ചേഞ്ച് ഉണ്ടാവും. അതുകൊണ്ട് ഒന്ന് ചെയ്ത് നോക്കുക. ഒപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യം ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പറോട് കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാനായിട്ട് സാധിക്കും. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.